തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ CPM കൃത്രിമത്വം കാണിക്കുന്നുവെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ആരോപിച്ചു. കുന്നത്ത് നാട്ടിൽ 2020 പ്രവർത്തകരുടെ വോട്ടുകൾ ഒഴിവാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. വോട്ട് എന്ന അവകാശം നിഷേധിക്കുകയാണെന്നും സാബു എം ജേക്കബ് പറയുന്നു. കേരളത്തിനെ സംബന്ധിച്ച് ഈ വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കൃത്രിമം കാണിക്കുന്നതും അനധികൃതമായിട്ടുള്ള വോട്ടുകൾ ചേർക്കുന്നതും ഇതുപോലെ വോട്ടുണ്ടാക്കുന്നതും ഒക്കെ CPM ആണത് കേരളത്തിനെ സംബന്ധിച്ച്. കാരണം അവരുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ചെൽപ്പടിക്ക് നിന്നിട്ട് അവർ പറയുന്ന രീതിയിൽ ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഈ പല മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരുപാട് വോട്ട് എടുത്തു കളഞ്ഞിട്ടുണ്ടത്. അപ്പോൾ അവരുടെ ശരിക്ക് അവരുടെ അവകാശം നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ എന്നിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കുറ്റം പറയുകയാണത്. ആരാണോ അവിടെ ഭരിക്കുന്നത് അവർ ആ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അവർക്ക് ആവശ്യമുള്ള ആളുകളുടെ വോട്ട് ചേർക്കുന്നു, കള്ള വോട്ട് ചേർക്കുന്നു, പല ആളുകളുടെയും അർഹതപ്പെട്ടവരുടെ വോട്ടെടുത്ത് കളയുന്നു. കൊച്ചിയിൽ നിന്ന് ശ്രീലക്ഷ്മി പിള്ള തത്സമയം ചേരുന്നു. ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ശരിക്കും സാബു എം ജേക്കബിന്റെ ആരോപണം ഗുരുതരമാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? സാബു എം ജേക്കബ് CPM-നെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. CPM കേരളത്തിൽ കള്ളവോട്ട് നടത്തുകയാണെന്നുള്ള വലിയൊരു രൂക്ഷ വിമർശനവുമായാണ് സാബു എം ജേക്കബ് രംഗത്ത് വന്നിരിക്കുന്നത്. 2020 പ്രവർത്തകർ 60ഓളം 2020 പ്രവർത്തകരുടെ പേരാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് CPM പ്രവർത്തകർ കളഞ്ഞതെന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സാബു എം ജേക്കബ് പറയുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ 2020 പാർട്ടി വളരുന്നത് CPM-ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയമാണ് ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിനെ മുൻനിർത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് CPM പ്രവർത്തകർ ഈ 60ഓളം വരുന്ന 2020 പ്രവർത്തകരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് കളഞ്ഞതെന്ന രൂക്ഷ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും സാബു എം ജേക്കബ് പറയുന്നത് നാളുകളായി CPM പ്രവർത്തകർ ഈ 2020 പ്രവർത്തകർ അഴിമതി നടത്തുന്ന ആരോപണമായി രംഗത്ത് വരുന്നു. എന്നാൽ ഇത്രയും നാളുകൾക്കായി ഇതേവരെ ഒരു അഴിമതി ആരോപണവും CPM പ്രവർത്തകർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 80 തവണയോളം പാർട്ടി ഓഫീസുകളിൽ 2020യുടെ പാർട്ടി ഓഫീസുകളിൽ വിജിലൻസിനെയും പോലീസിനെയും വിട്ട് CPM പ്രവർത്തകർ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ ഒരു തവണ പോലും CPM പ്രവർത്തകർക്കോ ഇവർ ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസിനോ വിജിലൻസിനോ ഇന്നേ വരെ ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ സാബു എം ജേക്കബ് ഉന്നയിക്കുന്നത്. പ്രധാനമായും സാബു എം ജേക്കബ് പറയുന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കള്ളവോട്ട് എന്നുള്ള ആരോപണം CPM പ്രവർത്തകർ നടത്തുന്നു. എന്നാൽ കേരളത്തിൽ അവർ ഇത്രയും നാൾ എങ്ങനെയാണ് ജയിച്ചു വന്നത്? ഓരോ തവണയും അവർ ജയിച്ചു വന്നത് ഈ കള്ളവോട്ട് നേടിത്തന്നെയാണെന്നാണ് ഇപ്പോൾ പ്രധാനമായും സാബു എം ജേക്കബ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത തവണയും ഇലക്ഷന് 2020 പ്രവർത്തകർ അല്ലെ 2020 പാർട്ടി വലിയ തരത്തിൽ വിജയിക്കുമെന്നുള്ള പേടി ഇപ്പോഴും അവർക്ക് ഈ CPM പ്രവർത്തകർക്ക് മുന്നിൽ നേരിടുന്ന പ്രതിസന്ധിയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സാബു എം ജേക്കബ് ഉന്നയിക്കുന്നത്. ശ്രീലക്ഷ്മി പിള്ളയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.